നയതന്ത്ര ചരിത്രത്തിൽ കേട്ടുകേഴ്വി പോലുമില്ലാത്ത നാടകീയ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ചർച്ചയ്ക്കെത്തിയ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊമ്പുകോർക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അഴിച്ചിറക്കി വിടുന്നു. അമ്പരപ്പോടെയാണ് ലോകം ഈ സംഭവങ്ങളെ കണ്ടത്. തികച്ചും അവിശ്വസനീയമെന്നാണ് നയതന്ത്ര വിദഗ്ധർ സംഭവത്തെ വിലയിരുത്തിയത്. ട്രംപിൻ്റെ കാര്യത്തിൽ ഇതിലപ്പുറവും പ്രതീക്ഷിക്കാമെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. പിന്നീട് സെലൻസ്കി അല്പം മയപ്പെട്ടെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ആഴത്തിലൊരു മുറിവ് ഉണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ മുഴുവൻ വെറുപ്പിക്കുന്ന നിലപാടുമായി ട്രംപ് മുന്നോട്ട് പോകുമ്പോൾ ഭാവിയിൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിലാണ്. പിന്നാലെ സെലൻസ്കി US-ൽ വിമാനമിറങ്ങിയിരിക്കുന്നു. വെള്ളിയാഴ്ചയാണ് വാഷിംഗ്ടണിൽ വെച്ച് പ്രസിഡന്റ് ട്രംപുമായി സെലൻസ്കിയുടെ ദുരന്തമായി മാറിയ കൂടിക്കാഴ്ച നടന്നത്. തൊട്ടടുത്ത ദിവസം UK-യിൽ എത്തിയിരിക്കുകയാണ് സെലൻസ്കി. ലോകം മുഴുവൻ ഈ സന്ദർശനത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. UK പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമറും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അതിനിർണായകമാണ്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനായി യൂറോപ്യൻ നേതാക്കളുടെ കൂടിക്കാഴ്ച വിളിച്ചു ചേർത്തിരിക്കുകയാണ് സ്റ്റാമർ. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ട്രംപും ആവശ്യപ്പെടുന്നത്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ സെലൻസ്കിയെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. ട്രംപിൻ്റെ നിലപാടല്ല യുക്രൈൻ്റെ കാര്യത്തിൽ യൂറോപ്യൻ യൂണിയനുള്ളത്. ബൈഡൻ സർക്കാർ സെലൻസ്കിയെ കൈയച്ച് സഹായിച്ചിരുന്നു. ട്രംപ് അധികാരത്തിൽ വന്നതോടെ നിലപാടിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. അതിനിടെ റഷ്യയുമായി അടുക്കാനും ട്രംപ് ശ്രമിക്കുന്നുണ്ട്. ട്രംപിൻ്റെ മനസ്സിലെന്താണെന്ന് ഇപ്പോഴും ആർക്കും പിടികിട്ടിയിട്ടില്ല. യുക്രൈനിൽ ട്രംപിന് സാമ്പത്തിക താൽപ്പര്യങ്ങളുണ്ട്. അതിനായി എന്ത് കളിയും ട്രംപ് കളിക്കും. അത് കൃത്യമായി സെലൻസ്കിക്കും യൂറോപ്യൻ യൂണിയനും അറിയാം. എന്നാൽ ട്രംപിനെ പിണക്കി യൂറോപ്യൻ യൂണിയന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UK-യിലെ ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ട്രംപും സെലൻസ്കിയുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ യുക്രൈനെതിരെ കടുത്ത വിമർശനവുമായി റഷ്യ എത്തിയത് ഏറെ ശ്രദ്ധേയമായി. കൂടിക്കാഴ്ചയ്ക്കിടെ സെലൻസ്കിയെ തല്ലാതെ ട്രംപ് സംയമനം പാലിച്ചെന്നാണ് റഷ്യൻ വിദേശകാര്യ വക്താവ് മറിയ സഹറോവ പറഞ്ഞത്. സെലൻസ്കിയുടെ മുഖത്തു നോക്കി ആദ്യമായി ട്രംപ് സത്യം പറഞ്ഞു. യുക്രൈൻ ഭരണകൂടം മൂന്നാം ലോക മഹായുദ്ധം കളിക്കുകയാണ്. നന്ദിയില്ലാത്ത പന്നിക്ക് പന്നിക്കൂടിൻ്റെ ഉടമയിൽ നിന്ന് തന്നെ ശിക്ഷ കിട്ടി. അത് നന്നായി, പക്ഷേ അത്രയും പോരാ എന്നാണ് റഷ്യയുടെ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി മേധാവി ഡിമിത്രി മെദ്വേദ് പറഞ്ഞത്. സംഘർഷത്തിൻ്റെ മറവിൽ ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയാണ് യുക്രൈനെന്നും റഷ്യ ആരോപിക്കുന്നു. റഷ്യയെ കുറ്റപ്പെടുത്തി സഹതാപം നേടാൻ സാധാരണ പൗരന്മാരുടെ കൂട്ടക്കൊല പോലും അവർ ആസൂത്രണം ചെയ്തേക്കുമെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതിനിടെ യുക്രൈനും US-ഉം തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് സെലൻസ്കി പ്രഖ്യാപിച്ചത്. യുക്രൈന് US കൂടുതൽ പിന്തുണ നൽകണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. കാനഡയും യുക്രൈന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് യുക്രൈൻ്റേതെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത്.